നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രവചനങ്ങൾ ഫലിക്കുന്നു, സത്യമായി തീരുന്നു. ചില പ്രവചനങ്ങൾക്ക് വളരെ ശക്തമായ ഉത്തരങ്ങളുണ്ട്. ജീവിതത്തിൽ തകർന്നുപോയ സമയത്ത് നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന പ്രവചനാതീതമായ പല ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ നേരത്തെയും അടുത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ മേഖലകളിലും വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈശ്വരാധീനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കടാക്ഷം ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്നു. ഇവർക്ക് സമ്പന്നമായ ഒരു ഭാവി പ്രവചിക്കുന്നു. പ്രവചനാതീതമായിട്ടുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. ഇവർക്കുണ്ടാകുന്ന അനുഭവ സമ്പത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സർവകാര്യ വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചേരുന്നു. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ കാണാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ധനപ്രാപ്തി വന്നു ചേരുന്നു. സാമ്പത്തിക പുരോഗതിക്കൊപ്പം അവരുടെ സ്വന്തം ഭവനത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരുകയും സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. സന്തോഷപൂർണമായ ഒരു ജീവിതം അനുഭവിച്ച് മുന്നോട്ട് പോകാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു. ശത്രുദോഷ നിവാരണം ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ രോഗദുരിതങ്ങളൊക്കെ അകന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാനും നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യം വർദ്ധിക്കുകയും നിർഭാഗ്യം ഒഴിഞ്ഞു പോവുകയും ചെയ്യുകയും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയും വന്നു ചേരുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം അനുകൂലമാവുകയും കുടുംബത്തിൽ ഐശ്വര്യം പരക്കുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. സർവ കാര്യസിദ്ധിക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഭാഗ്യത്തിന്റെ വർധനവിനുമൊക്കെ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അവർക്കുണ്ടാകണം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും സൗഭാഗ്യ സമ്പന്നമായ അവസ്ഥകളൊക്കെ ലഭിക്കുകയും ചെയ്യും. എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവിയുടെ ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ കൊണ്ട് അവരെ ശക്തമായ ഒരു ജീവിത അനുഭവങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും. ഈ പറയുന്ന നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുകയും ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ അകറ്റി എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം. ദർശന പുണ്യം തന്നെ അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവർക്കുണ്ടാവുകയും എല്ലാവിധ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യുന്ന സ്വപ്നതുല്യമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വപ്നതുല്യമായ ഒരു തുടക്കമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു. വലിയ വലിയ ഉയർച്ചകൾ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിത വിജയം നേടുകയും എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മനസ്സമാധാനത്തോടുകൂടി മനസ്സ് തുറന്ന് അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മനസ്സിൽ നിന്ന് ഒഴിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി ജീവിതത്തിൽ എല്ലാവിധ പോരാട്ടങ്ങളും അവസാനിപ്പിക്കുകയും പോരാട്ടങ്ങൾ വിജയത്തിലേക്ക് എത്തി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്നതിനും വിവാഹപ്രായമായ ആളുകൾക്ക് ഏറ്റവും അടുത്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ശുഭമുഹൂർത്തത്തിൽ വിവാഹ മംഗളാശംസകൾ അവർക്ക് വരുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യം സമ്പൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുകയും പുതിയ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥകൾ, തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക്
ഏറ്റവും അനുകൂലമായ തരത്തിൽ അവർക്ക് തൊഴിൽ ലഭിക്കുകയും വിദേശവാസത്തിനോ വിദേശത്തേക്ക് പോയി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് ഏറ്റവും അനുയോജ്യമായ അനുകൂലമായ രീതിയിൽ തൊഴിൽ ലഭിക്കാനും എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പട്ട്, നിവേദ്യം, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് ഒരുക്കുന്നത്. ശുഭാനുഭവങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തുക. വലിയ ഭാഗ്യം, വലിയ ഐശ്വര്യം, ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ ബന്ധുജനങ്ങളുടെ സഹായസഹകരണങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നു. ഭാഗ്യം വലിയ നേട്ടത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ നിലനിച്ചു കാണുന്ന ഒരു സമയമാണ്. ഒരു തരത്തിലും സംശയം ഇല്ലാതെ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുകയും ജോലി സംബന്ധമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. പുതിയ വാഹനം ലഭിക്കുന്നതിനും പുതിയ വാഹനം വാങ്ങാനുള്ള അവസ്ഥകൾ സാമ്പത്തികമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും. ദുഃഖം കൊണ്ട് അവരുടെ ജീവിതത്തിൽ മനസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുക. ലളിത സഹസ്രനാമ അർച്ചന ചെയ്യുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ മാനസിക നിലയിൽ വലിയ മാറ്റങ്ങൾ വരികയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ മാറ്റിമറിക്കാൻ സാധിക്കുകയും ജീവിത വിജയം നേടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഒന്നിച്ചിരിക്കുകയും എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ വീടി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമൃദ്ധമായ ഒരു ജീവിത സാഹചര്യങ്ങൾ വാങ്ങിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഐശ്വര്യം ഇവർക്ക് വാനോളം ഉണ്ടാകുന്നു. ഭാഗ്യത്തിന്റെ അനുകൂലങ്ങളുണ്ട്. ഇവർ മുടങ്ങാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. ഭഗവാന് പാൽപായസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഭഗവാന് തുളസിമാലയും തൃക്കൈവെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏതൊരു ആശങ്കയ്ക്കും പരിഹാരം കാണാൻ സാധിക്കുകയും നിർബന്ധ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും എല്ലാം വന്നു നിറയുന്ന ഒരു സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം വന്നുചേരും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. മനസ്സമാധാനം വന്നുചേരുന്ന ഒരു സമയമാണ്. സമാധാന അന്തരീക്ഷത്തിലൂടെ സ്വഭവനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു. സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു. ചീട്ടി ലോൺ ഇതൊക്കെ അവർക്ക് തീർക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് മനസ്സിൽ എപ്പോഴും മാറാതെ നിൽക്കുന്ന ചില വേദനകൾ, ചില നൊമ്പരങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സന്തോഷം കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേർന്നു. ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള അവസരവും സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മഹാവിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ്. ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ എത്തിയെത്തുന്നു. സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകും. പഠന സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ മിന്നിത്തിളങ്ങുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തുക.
വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. മാനസികമായി തകർന്നു എന്ന അവസ്ഥയിൽ നിന്ന് ഇവർ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ സമയത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ നിമിത്തം ജീവിതം കരുപിടിപ്പിക്കുന്ന, ജീവിതം കരകയറുന്ന വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.